സ്വാമി ശരണം. നമ്മൾ പമ്പ സ്റ്റാൻഡിനോട് KSRTC ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പെയ്യാൻ നടക്കുകയാണ്. തിരക്കെന്ന് പറയാനേ ഇല്ല, തിരക്കേ ഇല്ല, എല്ലാം ഫ്രീ ആയിട്ടാണ് ഉള്ളത്. തിരക്ക് വളരെ കുറഞ്ഞിരിക്കുകയാണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ചെറിയ രീതിയിലുള്ള തിരക്കേ ഉള്ളൂ. രാവിലത്തെ ദർശനത്തിന് വേണ്ടി എത്തുന്ന സ്വാമിമാരാണ്. സാധാരണ തിങ്കളാഴ്ച ദിവസം തിരക്ക് കൂടുതൽ കാണേണ്ട ദിവസങ്ങളാണ്. പക്ഷേ ഇതുവരെ തിരക്കിൻ്റെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. തിരക്ക് കുറവാണ്. 11 മണിയായപ്പോഴത്തേക്കും നട അടച്ചു. നാളെ തിങ്കളാണ്. ഞായറാഴ്ച തിരക്ക് കുറവായിരുന്നു. തിങ്കളാഴ്ച സാധാരണഗതിയിൽ തിരക്ക് ഉള്ളതാണ്. പക്ഷേ ഇതുവരെ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. തിരക്കേ ഇല്ല എന്നുള്ള രീതിയാണ്. തിരക്കില്ല, നമുക്ക് തീർത്തും പറയാൻ തിരക്കില്ല. പിന്നെ നമുക്ക് ഇവിടെ നിൽക്കുന്ന പമ്പാതീരത്ത് നിൽക്കുന്ന സ്വാമിമാരെന്ന് പറഞ്ഞാൽ നാളത്തെ ദർശനത്തിനും പിന്നെ അവിടെ നിന്നുള്ള റിട്ടേണുള്ള സ്വാമിമാരൊക്കെയാണ് നിൽക്കുന്നത്. അതൊരു തിരക്കല്ല. കുളിക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നവർ, പിന്നെ ഇവിടുന്ന് വെട്ടിമുറുക്കുന്നവർ, അങ്ങനെ പോകുന്നവരൊക്കെയാണ്. തിരക്ക് നടപ്പന്തൽ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു കിടക്കുകയാണ്. കുറച്ച് സ്വാമിമാരെ ഇവിടെ കാണാൻ സാധിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നിട്ട് പമ്പാ സ്നാനം ചെയ്യാനും അവിടെ നിന്ന് കെട്ടിമുറിച്ച് പോകുന്ന സ്വാമിമാരാണ് കാണാൻ സാധിക്കുന്നത്. നടപ്പന്തലിലൂടെ പോയി നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പന്തലിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്കറിയാം തിരക്ക് എത്രത്തോളം തിരക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കും. ഹരിവരാസനം പാടി നടയടച്ചു. അതിനുശേഷം നാളത്തെ ദർശനത്തിന് വേണ്ടി എത്തിയ സ്വാമിമാരാണ്. ശബരിമലയെ സംബന്ധിച്ച് അതൊരു സ്വാമിമാരുടെ കൂട്ടമല്ല. നമുക്ക് കാണാൻ സാധിക്കും ഇന്നുവരെ കാലിയായിട്ട് കിടക്കുന്ന നടപ്പന്തലുകൾ എല്ലാം കാണാൻ സാധിക്കും. തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഓരോ നടപ്പന്തലും ബ്ലോക്ക് ചെയ്ത് തിരക്ക് നിയന്ത്രിച്ച് പോലീസുകാർ നമ്മളെ മുകളിലിട്ട് വിടത്തുള്ളൂ. തിരക്കൊട്ടും ഇല്ലാത്തതുകൊണ്ടാണ് നടപ്പന്തൽ ഇത്ര ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിടത്തും തന്നെ സമയം ബ്ലോക്ക് ചെയ്യുന്നില്ല. തിരക്ക് പറഞ്ഞാലും വെർച്വൽ ക്യൂ ഇതുവരെ മുംബൈയിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വെർച്വൽ ക്യൂവിൻ്റെ കൗണ്ടറാണ്, സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കൗണ്ടറാണ് ഈ കാണുന്നത്. ഇതുവരെ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ഇത്രയും ദിവസം വന്നിട്ട് ഇത്രയും തിരക്ക് കുറഞ്ഞൊരവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല. തിങ്കളാഴ്ചയാണ് ഇനി സ്വാമിമാർ വരാനിരിക്കുന്നേ ഉള്ളൂ. 11-11:30 ആയിട്ടേ ഉള്ളൂ. തിങ്കളാഴ്ച പൊതുവിൽ തിരക്ക് കാണേണ്ട ഒരു ദിവസമാണ്. പക്ഷേ
ഇന്ന് തിരക്കുകളൊന്നും കാണുന്നില്ല. വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് സ്വാമിമാർ. സുഖമായിട്ടുള്ളൊരു ദർശനം സ്വാമിമാർക്ക് കിട്ടും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങൾ വീഡിയോ കണ്ടതാണ്. ഈ ഒരു ഭാഗം ബ്ലോക്ക് ചെയ്യും, ഇതിൻ്റെ ഫ്രണ്ട് ആ ഒരു ഭാഗം ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ ഇതായിട്ടാണ് തുറന്നു കൊടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ അവസ്ഥയൊന്നും ഇല്ല. നടപ്പന്തൽ നോക്കിയാൽ തന്നെ കാണാം. അവസാനത്തെ നടപ്പന്തലാണ്. ഇവിടെ നിന്നാണ് ഗണപതി കോവിലിലോട്ട് നമ്മൾ കയറുന്നത്. ഇവിടെയാണ് സാധാരണ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത്. ഓൺലൈൻ ബുക്കിംഗ് ഗണപതി കോവിലിൻ്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒട്ടും തിരക്കില്ലാത്ത ഒരവസ്ഥയാണ്. പ്രാവശ്യം ഇത്രയും ഈ പടികൾ ഫ്രീ ആയിട്ട് കാണുന്നത് ഇപ്പോഴാണ്. വീഡിയോ കാണാൻ ഒരു കൊച്ചുമാളിയപ്പുറത്തിനുണ്ട് ദർശനത്തിന് പോകുന്നു. ഗണപതിൻ്റെ മേളിൽ ഈ സ്റ്റെപ്പ് കയറുമ്പോൾ സൂക്ഷിച്ച് കാണും. അപ്പുറത്ത് തേങ്ങ വയ്ക്കുന്നുണ്ട്. ഇവിടെ അന്തരീക്ഷം വളരെ ശാന്തമാണ്, തിരക്ക് കുറവാണ്.